ജസ്റ്റ് ഒരു ലിപ്സ്റ്റിക് വാങ്ങാൻ പോയിട്ടാണ് ഞാൻ ഇത്ര സാധനം വാങ്ങിയത്. സോ നമുക്ക് ഓരോന്ന് നോക്കിയാലോ. സോ ആദ്യം ഞാൻ വാങ്ങിച്ചത് ലനേജിന്റെ മേക്കപ്പ് സീറം ആണ്. മേക്കപ്പ് സീറം ഒന്നും യൂസ് ചെയ്തില്ലായിരുന്നു. ജസ്റ്റ് സ്കിൻ കെയർ ചെയ്ത് കഴിഞ്ഞാൽ മേക്കപ്പ് ഫൗണ്ടേഷൻ കൺസീലർ അങ്ങനെ അങ്ങ് പോകായിരുന്നു. പക്ഷെ ഇന്ന് അവർ ചെന്നപ്പോൾ പറഞ്ഞു ഇത് കഴിഞ്ഞാൽ ഒരു ബേസ് പോലെ തോന്നും, അതാകുമ്പോൾ ഒന്നുകൂടെ ഗ്ലോയി ഫിനിഷ് കിട്ടും. സോ അങ്ങനെ വാങ്ങിച്ചാണ്. സോ ദിസ് ഇസ് എ ഗ്ലോയിങ് മേക്കപ്പ് സീറം. ഫ്യൂ ഡ്രോപ്സ് മതി എന്നാണ് പറഞ്ഞത്. ഫ്യൂ ഡ്രോപ്സ് ഇട്ടോക്കാം. ഞാൻ ഭയങ്കര കുറച്ചെടുത്തത് ബിക്കോസ് എത്ര ക്വാണ്ടിറ്റി വേണമെന്ന് എനിക്കറിയില്ല. അത് കഴിഞ്ഞ് ഞാൻ അടുത്തത് ഹുദ ബ്യൂട്ടിയുടെ ഈസി ബ്ലർ ഫൗണ്ടേഷൻ ഇൻ ഷെയ്ഡ് ടോഫി 420G. ഈ ഫൗണ്ടേഷൻ എപ്പോൾ സെഫോറയിൽ വാങ്ങിച്ചാൽ എനിക്ക് ശരിക്കുള്ള ഷെയ്ഡുമായി കിട്ടാറില്ല. കാരണം അവിടെ ലൈറ്റ് വെച്ച് ചെയ്യുമ്പോഴത്തേക്കും നല്ല കറക്റ്റ് പക്ക ഷെയ്ഡ് നമുക്ക് തോന്നും. പക്ഷെ വീട്ടിൽ വരുമ്പോഴത്തേനും അങ്ങനെ കിട്ടത്തില്ല കേട്ടോ. അപ്പോൾ ഇതിന്റെ കൂടെ ഒരു പ്രൈമർ വരുന്നുണ്ട്. പ്രൈമർ എങ്ങനെ യൂസ് ചെയ്യണമെന്ന് നമ്മളിപ്പോൾ ചെറിയിട്ടില്ല, നമുക്ക് അത് വേണ്ട. നമുക്ക് ഫൗണ്ടേഷനിലേക്ക് കിടക്കാം. ഇട്ട് നോക്കിയപ്പോൾ നല്ല കറക്റ്റ് ഷെയ്ഡായിരുന്നു. അപ്പോൾ എനിക്കറിയാൻ മേല പക്ഷെ കറക്റ്റ് ഷെയ്ഡാണെന്ന് തോന്നുന്നു. ഇപ്പം നല്ലതായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് അടുത്ത പ്രോഡക്റ്റ് നോക്കാം. മെറിറ്റിന്റെ ഫ്ലഷ് ബാം. നല്ല രസമാണ്. നല്ല പിഗ്മെന്റേഷൻ ഉണ്ട്. ഇറ്റ്സ് നൈസ്. ഒരു ഫ്ലഷ് ലുക്ക് കിട്ടുന്നുണ്ട്. പ്രതീക്ഷിച്ചില്ല. ഇതായത് നല്ല രീതിക്ക് പിഗ്മെന്റേഷൻ ഉണ്ട്. സോ ലിപ്സിൽ വിടാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ദീസ് ആർ ദ ബേസിക് തിങ്സ്. പിന്നെ ഞാൻ വാങ്ങാൻ പോയ മെയിൻ സാധനം ലിപ്സ്റ്റിക്. അതും ഞാൻ വാങ്ങി. ലിപ് ലൈനർ ഞാൻ വാങ്ങിയത് സെഫോറയുടെ തന്നെ കളക്ഷൻ ആൻഡ് ഓൺ ഷെയ്ഡ് പെർഫെക്റ്റ് ബേജ്. ന്യൂഡ് ഷെയ്ഡ് ആയതുകൊണ്ട് തന്നെ ഒട്ടും അറിയുന്നേ ഇല്ല ലിപ് ലൈനർ യൂസ് ചെയ്തിട്ടുണ്ടെന്ന്. അതുകൊണ്ടോ അത് ശരിക്കും അങ്ങനെയാണോ വേണ്ടെന്ന് എനിക്കറിയില്ല. ഇപ്പോഴത്തെ പിള്ളേർ എന്നെക്കാളും നല്ല ബെസ്റ്റ് ആയിട്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര കൺഫ്യൂഷൻ. ലിപ്സ്റ്റിക് ഞാൻ വാങ്ങിയതും സെഫോറ കളക്ഷൻ്റെ തന്നെ. ഇതിന്റെ ഷെയ്ഡ് വരുന്നത് 15 ബിഗ് ബാങ് ബേജ്. ഇതും അത്യാവശ്യം ഒരുപാട് ബ്രൗണിഷ് ഷെയ്ഡ് അല്ല, അത്യാവശ്യം ഒരു ബേജ് ഷെയ്ഡാണ് ഞാൻ ചൂസ് ചെയ്ത പ്രാവശ്യം. ഭയങ്കര ബേജ് ആയിപ്പോലെ ന്യൂഡ് ഷെയ്ഡ് നോക്കിയെടുത്താണ്. പക്ഷേ ഐ ഡോണ്ട് തിങ്ക് ദിസ് ഇസ് വർക്കിംഗ് ആക്ച്വലി. എൻ്റെ ഫേസും ലിപ്സും ഇപ്പോൾ ഒരേ കളർ പോലെ തോന്നുന്നു. അയ്യോ, ഇത് മിക്കവാറും ഞാൻ റിട്ടേൺ ചെയ്യും. എനിക്ക് ചെറിയ റെഡിഷ് കളറിൽ അല്ലെങ്കിൽ ഒരു ബ്രൗണിഷ് ഷെയ്ഡാണ് എനിക്ക് ഇഷ്ടം. രണ്ട് സെഫോറയുടെ പ്രൊഡക്ട്സ് വാങ്ങിച്ചാൽ അവിടെ ഒരു സ്പിൻ ദ വീൽ ഉണ്ടായിരുന്നു. സോ അങ്ങനെ ആ സ്പിൻ ദ വീൽ എനിക്ക് രണ്ട് സാധനം ഫ്രീ കിട്ടിയിട്ടുണ്ട്. അതിൽ ഒന്നാണ് ഈ സെഫോറയുടെ തന്നെ SPF-ന്റെ ഒരെണ്ണം, പിന്നെ ഒരു ബ്രോ ജെല്ലാക്കി ഇട്ടേക്കണം. പ്രൊഡക്ട്സ് യൂസ് ചെയ്തുകൊണ്ട് ഒരു മേക്കപ്പ് ലുക്ക് ക്രിയേറ്റ് ചെയ്യാനാണ് നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ യു ഷുഡ് ഡെഫിനറ്റ്ലി ഗോ ഫോർ ദീസ് 3. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പം ഇന്ന് ഇത്രയേ ഉള്ളൂ. ബൈ ബൈ.